ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ആദ്യത്തെ ടെസ്റ്റ് മത്സരം ശനിയാഴ്ച ഗോൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിനകത്ത് നടക്കും. ഇന്ത്യൻ സമയം 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഒരു ചരിത്ര മത്സരം തന്നെയാണ്. ഇന്ത്യയുടെ 600ാമത്തെ ടെസ്റ്റ് മത്സരമാണ് നടക്കാൻ പോകുന്നത്. ഇംഗ്ലണ്ടിന് ശേഷം ആസ്ട്രേലിയക്ക് ശേഷം 600 ടെസ്റ്റ് കളിക്കുന്ന ഒരു രാജ്യമായിട്ട് നമ്മുടെ രാജ്യം മാറി. സോ ഒരു ചരിത്ര നിമിഷമാണ് ഓഗസ്റ്റ് 15 ശനിയാഴ്ച 10 മണിക്ക് ഗോൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ നിന്ന് നമ്മൾ കാണാൻ പോകുന്നത്. പക്ഷേ മത്സരം തീ പറക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. WTC പോയിന്റ് ടേബിളിനകത്ത് 5ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ഇന്ത്യ, 6ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ് ശ്രീലങ്ക. രണ്ട് ടീമിനും ജയിച്ചേ തീരത്തുള്ളൂ. WTC ഫൈനലിൽ കാണണോ? ശ്രീലങ്ക ഇന്നേ വരെ WTC ഫൈനലിൽ കണ്ടിട്ടില്ല. ഇന്ത്യ 2 പ്രാവശ്യം കണ്ടു. കഴിഞ്ഞ സീസണിനകത്ത് നമ്മുടെ കയ്യിലിരിപ്പുണ്ട്, കാണാൻ കഴിഞ്ഞില്ല. ഈ പ്രാവശ്യം രണ്ട് ടീമിനും, എക്സ്പെഷ്യലി ഇന്ത്യക്ക്, ഫൈനലിൽ കണ്ടാലേ കഴിയത്തുള്ളൂ, ഫൈനലിൽ കയറിയാലേ കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ ചില തലകളൊക്കെ തെറിക്കും എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയമില്ല. സോ രണ്ട് ടീമിനും മസ്റ്റ് വിൻ ആയിട്ടുള്ള ഒരു മത്സരമാണ്. സിനാരിയോ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 7 മുതൽ 8 മത്സരം വരെ രണ്ട് ടീമിനും ജയിച്ചാലേ കഴിയത്തുള്ളൂ ഫൈനലിലോട്ട് എത്തണമെങ്കിൽ. മേ ബി മറ്റുള്ള ടീമുകളുടെ ജയപരാജയങ്ങൾ ഇതിന് ബാധിച്ചേക്കാം, പക്ഷെ കുറഞ്ഞത് 7 മുതൽ 8 മത്സരങ്ങൾ വരെ ഇപ്പോഴത്തെ ഒരു കണക്ക് പ്രകാരം ഇന്ത്യക്ക് ജയിച്ചേ തീരത്തുള്ളൂ. അതുപോലെ തന്നെയാണ് ശ്രീലങ്കയ്ക്കും ജയിച്ചേ തീരത്തുള്ളൂ. അപ്പോൾ രണ്ട് ടെസ്റ്റ് ഒരു തീ പാറുന്ന മത്സരം തന്നെയാണെന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ഇന്ത്യക്കുള്ള ഒരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയെ പോയി ടെസ്റ്റ് കളിക്കണം. ശ്രീലങ്കയെ പോയി ടെസ്റ്റ് സീരീസ് ജയിക്കുമെന്ന് വെച്ചാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, എല്ലാവരും കൊണ്ട് കൂട്ടിയാൽ കൂടുന്ന ഒരു പരിപാടിയല്ല. ടെസ്റ്റ് ക്രിക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ക്യാപ്റ്റന്മാർ കേവലം 2 ക്യാപ്റ്റന്മാർ മാത്രമാണ് ശ്രീലങ്കയെ പോയി ടെസ്റ്റ് സീരീസ് ജയിച്ചിട്ടുള്ളൂ. അതിൽ നമ്മുടെ വിരാട് കോഹ്ലി ഉണ്ട്. 2015, 2017 അയാളുടെ വിൻറ്റേജ് വിരാട് കോഹ്ലി ആയിരുന്നു. നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റ് വേറെ ഒരു തലത്തിലേക്ക് കൊണ്ടുപോയൊരു സമയമായിരുന്നു. 2017 ശ്രീലങ്കയെ പോയി വൈറ്റ് വാഷ് ചെയ്ത് കളഞ്ഞു. അത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് നമ്മൾ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയത് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ. പിന്നെ ശ്രീലങ്കയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് സീരീസ് അസറുദ്ദീനാണ്. സോ ഈ 2 ക്യാപ്റ്റന്മാർക്ക് മാത്രമേ ശ്രീലങ്കയെ പോയിട്ട് ടെസ്റ്റ് സീരീസ് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശുഭ്മൻ ഗിൽ എന്ന് പറയുന്ന ഇന്ത്യൻ ടീമിന്റെ പ്രിൻസിന്, നാളത്തെ രാജാവാണെന്ന് വാഴ്ത്തിപ്പാടുന്ന പ്രിൻസിന് അത് കഴിയോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം. ഇനി നേരെ പിച്ച് റിപ്പോർട്ടിലോട്ട് പോവുകയാണെങ്കിൽ ഗോൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ആദ്യത്തെ 2 ദിവസം ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പിച്ചായിരിക്കും. ആസ്ട്രേലിയ നോക്കുവാണെങ്കിൽ ശ്രീലങ്കയെ ഈ മണ്ണിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ സൈക്കിളിനകത്ത്. ആസ്ട്രേലിയ ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്നു, നല്ലൊരു സ്കോർ ബോളിലോട്ട് വെക്കുന്നു. ആസ്ട്രേലിയയുടെ സ്പിന്നർമാർ വന്നിട്ട് ശ്രീലങ്കൻ ബാറ്റ്സ്മാൻമാരെ അരിഞ്ഞു വീഴ്ത്തിയിട്ട് ഗോൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ജയിച്ചിട്ടുണ്ട് ആസ്ട്രേലിയ കഴിഞ്ഞ WTC സൈക്കിളിനകത്ത്. സോ ഗോൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ പിച്ച് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 ദിവസം ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പിച്ചായിരിക്കും. 3ാമത്തെ ദിവസം തൊട്ട് ബോൾ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും. ലോ ക്യാരി ലോ ബൗൺസ് ആയിരിക്കും. അവിടുത്തെ ഒരു പിച്ച് എന്ന് പറയുമ്പോഴത്തേന് ഡ്രൈ ആണ്, നമുക്കറിയാം, ആൾറെഡി നല്ല ചൂടാണ്. ബോൾ അല്പം ലോ ക്യാരി ലോ ബൗൺസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് 3ാമത്തെ ദിവസം. ബോൾ ഡ്രിഫ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്, ബോൾ ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. പാച്ചസും റഫായിട്ടുള്ള ഏരിയ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് വരും. സോ സ്പിന്നർമാർക്ക് നല്ല റോള് കിട്ടുന്ന ഒരു പിച്ചാണ്. ആദ്യത്തെ ഡേ നോക്കുവാണെങ്കിൽ ന്യൂ ബോളിനകത്ത് പേസ് ബോളർമാർക്ക് അല്പം ബെനിഫിറ്റ് ചെറുതായിട്ടൊക്കെ കിട്ടും. അടുത്ത് കടൽ കിടപ്പുണ്ട്, അതുകൊണ്ട് വിൻഡ് കൂടുതലായിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്, കാറ്റ് കൂടുതലാണ് അവിടെ. അതുപോലെ തന്നെ കടൽ അടുത്തായതുകൊണ്ട് ഈർപ്പം പിച്ചിനകത്ത് കൂടുതലാണ്. അതുകൊണ്ട് ബോൾ മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഏർലി ഓൺ ആദ്യത്തെ ഒരു ഹാഫ് അവർ 45 മിനിറ്റ്സ് ഒക്കെ പേസ് ബോളർമാർക്ക് അല്പം മൂവ്മെന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ പഴയ ബോളിനകത്ത് റിവേഴ്സിങ് കൊണ്ടുവരാൻ പേസ് ബോളർമാർക്ക് കഴിയും. ബാറ്റ് ചെയ്യുക, നല്ലൊരു സ്കോർ ബോളിലോട്ട് വെക്കുക. 3, 4, 5 ദിവസമൊക്കെ അവിടെ ബാറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ ടഫ് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അവിടുത്തെ ഒരു ഫസ്റ്റ് ഡേ ആവറേജ് സ്കോർ 375 റൺസാണ്. സെക്കൻഡ് ഡേ ആവറേജ് സ്കോർ 310 ആണ്. തേർഡ് ഡേ അവിടുത്തെ ഒരു ആവറേജ് സ്കോർ 239. ഫോർത്ത് ഡേ അവിടുത്തെ ഒരു ആവറേജ് സ്കോർ 154. കണ്ടോ, സ്കോർ ഇങ്ങനെ കുറഞ്ഞു വരും. അതായത് അവസാനത്തെ ദിവസം ഒരു 200 250 റൺസ് പോലും ചേസ് ചെയ്യാൻ അത്രയ്ക്ക് പ്രയാസമായിരിക്കും എന്നാണ് ഇവിടുത്തെ ഒരു കണ്ടീഷൻ. ശ്രീലങ്ക ഇനി ഇന്ത്യയുടെ ബലഹീനത മനസ്സിലാക്കി ആദ്യമേ റാങ്ക് ടൈമറുമായിട്ടൊക്കെ പോകുന്നുള്ള കാര്യത്തിൽ അറിയില്ല, പക്ഷെ ഇതാണ് അവിടുത്തെ ഒരു സ്വഭാവം. ഇങ്ങനെയാണ് അവൻ്റെ പിച്ചിന്റെ ഘടന അവിടുത്തെ. സോ ഇവിടെ മത്സരം ജയിക്കണമെങ്കിൽ ടോസ് വിൻ ചെയ്യുക. ടോസ് വിൻ ചെയ്യുന്ന ടീം ബാറ്റ് ഫസ്റ്റ് ചെയ്യുക. ഇവിടെ ജയിക്കാൻ കഴിയും. ശുഭ്മൻ ഗില്ലിന് ഇല്ലാതെ പോകുന്നതാണ്. ടോസ് ലക്കില്ല. ശ്രേയസ് അയ്യർ നോക്കുവാണെങ്കിൽ ആ ലക്കുണ്ട്. രോഹിത് ശർമ്മയ്ക്ക് ടോസ് നഷ്ടപ്പെട്ടാലും മത്സരം ജയിക്കുമായിരുന്നു. സൂര്യകുമാർ യാദവിനും ടോസ് നഷ്ടപ്പെട്ടാലും മത്സരം ജയിക്കുമായിരുന്നു. പക്ഷേ ശുഭ്മൻ ഗില്ലിന് ടോസും കിട്ടുന്നില്ല, മത്സരവും ജയിക്കുന്നില്ല. അതുകൊണ്ട് വളരെ നിർണായകമായിരിക്കും ഇവിടെ ടോസ്. ടോസ് കിട്ടുന്ന ടീമിനാണ് ഇവിടെ വിജയിക്കാനുള്ള ചാൻസ്. ലാസ്റ്റ് 10 കളി പരിശോധിക്കുകയാണെങ്കിൽ 6 കളി ബാറ്റിംഗ് ഫസ്റ്റ് ചെയ്ത ടീം വിജയിച്ചു, 3 കളിയിൽ ബാറ്റിംഗ് സെക്കൻഡ് ചെയ്ത ടീം വിജയിച്ചു, 1 കളി ഇവിടെ ഡ്രോ ആയിട്ടുണ്ട് മഴ കാരണത്താൽ. സോ ഇതാണ് ഇവിടുത്തെ ഒരു ലാസ്റ്റ് 10 കളിയിലെ റെക്കോർഡ് ഈ പിച്ചിൽ. അഥവാ ശ്രീലങ്ക ബാറ്റ് ചെയ്യുകയാണെങ്കിൽ വലിയൊരു സ്കോറിലോട്ട് പോകാതെ 300 400 അങ്ങനെ ഒരു വലിയ സ്കോറിലോട്ട് പോകാതെ ഉള്ള റിസോഴ്സസിനെ വെച്ചിട്ട്
ശ്രീലങ്കയെ പിടിച്ചു കെട്ടാൻ കഴിയുന്നില്ല എങ്കിൽ ഈ ടെസ്റ്റ് ഇന്ത്യക്ക് മറക്കേണ്ടതായിട്ട് വരും. ഡ്രോ ആയാൽ പോലും ഇന്ത്യക്ക് WTC ഫൈനലോട്ട് കയറാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഇനി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സമീപകാല പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ ടെസ്റ്റിൽ അത്രമാത്രം മോശമായിട്ടുള്ള സിറ്റുവേഷനാണ് നമ്മൾ കടന്നു പോകുന്നത്. വൈറ്റ് വാഷ് ആവുകയാണ് നമ്മുടെ ടീം. ന്യൂസിലാൻഡിനെതിരെ വൈറ്റ് വാഷ് ആവുമെന്ന് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ വൈറ്റ് വാഷ് ആവുമെന്ന് കണ്ടു. അതായത് ഇന്ത്യ അവസാനമായിട്ട് കളിച്ച ഒഫീഷ്യലായിട്ടുള്ള മത്സരം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. ഇതിനു മുമ്പ് നമ്മൾ കളിച്ചു, അഫ്ഗാനിസ്ഥാനെതിരെ കളിച്ചു. അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാച്ച് ആണെന്ന് കണ്ടാൽ മതി. അത് WTC ഫൈനലോട്ട് യാതൊരു രീതിയിലും ഇമ്പാക്റ്റ് ഉണ്ടാകാത്ത ഒരു മത്സരമായിരുന്നു. അത് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് മാച്ച് ആയിരുന്നു. എന്നാൽ നമ്മൾ ഇന്ത്യ അവസാനമായിട്ട് കളിച്ച സീരീസ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ തോറ്റിട്ട് വരുന്ന ഒരു ടീമാണ്. നമ്മൾ നമ്മുടെ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് ആയിട്ട് വരുന്ന ഒരു ടീമാണ്. നമ്മുടെ ബലഹീനത നമ്മൾ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഒരു ഓർത്തഡോക്സ് ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നർ ഉണ്ടെങ്കിൽ ഇന്ത്യയെ വീഴ്ത്താമെന്ന് നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. അജാസ് പട്ടേൽ, സാർട്ട്നർ അതിനൊരു ഉദാഹരണമാണ്. ഒരു ഓഫ് ബ്രേക്ക് ബോളർ, സൈമൺ ഹാമറിനെ കൂട്ടി ഒരു ഓഫ് ബ്രേക്ക് ബോളർ വന്നിട്ട് ഇന്ത്യയുടെ മണ്ണിൽ വീഴ്ത്താൻ കഴിയുമെന്നുള്ളത് നമ്മൾ കാണിച്ചു കൊടുത്തു. എവിടെയാണ് ഇന്ത്യക്ക് പിഴച്ചതെന്ന് ചോദിച്ചാൽ, അതായത് ഫ്രണ്ട് ഫൂട്ടിൽ നമ്മൾ കളിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുന്നു. നമുക്ക് വൈറ്റ് ബോൾ ക്രിക്കറ്റിനകത്ത് ഫ്രണ്ട് ഫൂട്ടിൽ കളിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ടെസ്റ്റിൽ നമുക്ക് കളിക്കാൻ കഴിയുന്നില്ല. ഒന്നി ലെഗ് ബിഫോർ ആവും, അല്ലെങ്കിൽ ബൗൾഡ് ആവും, അല്ലെങ്കിൽ കോട്ട് ബിഹൈൻഡ് ആവും, അല്ലെങ്കിൽ സ്ലിപ്പിന്റെ കയ്യിൽ ക്യാച്ച് കൊടുത്തിട്ട് ഇന്ത്യയുടെ പേരുകേട്ട ബാറ്റ്സ്മാൻമാർ കയറി പോകുന്നതായിട്ട് വരുന്നു. നമുക്ക് ഫുഡ് വർക്ക് ഇല്ല സ്പിന്നർമാർക്കെതിരെ കളിക്കാൻ. അല്പസ്വല്പം കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ KL രാഹുലാണ്, അല്ലെങ്കിൽ ശുഭ്മാൻ ഗില്ലാണ്. ഇവർക്ക് രണ്ടുപേർക്ക് മാത്രമേ എന്തെങ്കിലും ഒരു മൂവ്മെന്റും ഫുഡ് വർക്കും ഉള്ളൂ. ബാക്കി ആർക്ക് നോക്കുവാണെങ്കിൽ അതില്ല. യശസ്വി ജയ്സ്വാൾ വരും, വീശും, ഋഷഭ് പന്ത് വരും, വീശും. അങ്ങനെയാണ് നമ്മൾ ഒരു കൊളാപ്സിലോട്ട് പോകും. നമുക്ക് അതായത് ഒരു ദിവസം പോലും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല ഇന്ത്യയുടെ മണ്ണിൽ സ്പിന്നർമാരെ. വൈറ്റ് ബോൾ ക്രിക്കറ്റിന്റെ ഒരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ T20യുടെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ബാറ്റ്സ്മാൻമാരിലേക്ക് വന്നിട്ടുണ്ട്. നമ്മൾ രഞ്ജി ക്രിക്കറ്റ് മാത്രം കളിക്കുന്നവരെ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്ന ഈ ടീമിനകത്ത് T20 കളിക്കുന്നവരും IPLനകത്ത് സ്ഥിരസ്ഥാനിത്യമായിട്ടുള്ള പ്ലേയേഴ്സാണ് കൂടുതലുള്ളത്. സോ ഒരു പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ 4 ദിവസം രഞ്ജിയൊക്കെ കളിക്കുന്ന പ്രോപ്പറായിട്ടുള്ള ടെസ്റ്റ് പ്ലേയേഴ്സ് ഈ ടീമിനകത്ത് കുറവാണ്. സർഫറാസ് ഖാനും ദേവത് പടിക്കലും ഒക്കെ ടീമിൻ്റെ ഒപ്പം ഉണ്ട്. അത് നമുക്കൊരു പ്രതീക്ഷ നൽകുന്നു. ഇവിടെ പറഞ്ഞു വന്നത് ഇന്ത്യയുടെ ടെക്നിക്ക് തന്നെയാണ് ഇന്ത്യയെ പരാജയപ്പെടുത്തിയത് ഇന്ത്യയുടെ മണ്ണിൽ, എക്സ്പെഷ്യലി സ്പിന്നർമാർക്കെതിരെ. മെയിൻ ആയിട്ടുള്ളൊരു പ്രശ്നം, ഇന്ത്യ വളരെ ഡിഫെൻസീവായിട്ട് പോകുന്നു. വീരേന്ദ്ര സേവാങ്ങിനെ കൂട്ട് ഒരു ബാറ്റ്സ്മാൻ ഇവിടെ ഇല്ല. അറ്റാക്കിംഗ് ഫീൽഡ് ഇടുമ്പോഴത്തേന് അതിനെ പൊട്ടിച്ചിട്ട് ഒരു ഡിഫെൻസീവ് ഫീൽഡ് ഇടാൻ പറ്റുന്ന രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരില്ല. നമ്മുടെ പ്ലേയേഴ്സ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നു, വിക്കറ്റ് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നു. വീരേന്ദ്ര സേവാങ്ങൊക്കെ ഇവിടെ പോയി 200 അടിച്ചിട്ടുള്ളതാണ്. എന്നെ ബ്രില്യൻ്റ് ആയിട്ടാണ് മുത്തമുള്ളിതിനെയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. രംഗൻ ഹെറാത്തിനെ എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് 6 അടിച്ച് കളിക്കുമായിരുന്നു സേവാങ്ക്. സച്ചിൻ്റെ ഫുഡ് വർക്ക് നമുക്കറിയാം. ദ്രാവിഡ് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിട്ട് പോയി ഡിഫെൻഡ് ചെയ്യും. ലക്ഷ്മണൻ, അങ്ങനെയൊക്കെയുള്ള പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് ആ കൈൻഡ് ഓഫ് പ്ലേയേഴ്സ് കുറവാണ്. നമുക്കൊരു 50 റൺസിൻ്റെ മേലോട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് ആർക്കും അങ്ങോട്ട് കണ്ടെത്താൻ കഴിയുന്നില്ല. ഒരു ലോങ് പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാൻ കഴിയുന്നില്ല. അതൊക്കെയാണ് നമ്മൾ നമ്മുടെ മണ്ണിൽ തോക്കാനുള്ള മെയിൻ കാരണം. ഇനി ശ്രീലങ്കയുടെ സ്പിൻ അറ്റാക്കിലോട്ട് പോകുകയാണെങ്കിൽ ജയസൂര്യ ഗോൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ ഒരു ഹീറോ ആണ്. വരുക 5 വിക്കറ്റ് എടുത്തിട്ട് പോകുക എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോബി ആയിട്ട് മാറിയിട്ടുണ്ട്. ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാർക്ക് വളരെ ത്രട്ടനിങ് ആയിട്ടുള്ള ഒരു സ്പിന്നർ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയമില്ല. നമുക്ക് വെറും ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓർത്തഡോക്സ് സ്പിന്നർമാരുടെ മുമ്പിൽ വീഴുന്നത് പോലെ ജയസൂര്യയെ ഭയപ്പെടണം. നല്ല ട്രാക്ക് റെക്കോർഡുള്ള, കളിച്ച കളിയിലെല്ലാം 4-5, 4-5, 6 വിക്കറ്റൊക്കെ എടുക്കാൻ കഴിവുള്ള ഒരു ബോളറാണ്. ശ്രീലങ്കൻ ടീമിൻ്റെ ഒരു തുറുപ്പ് ചീട്ടാണ്. നമ്മുടെ കയ്യിൽ ലെഫ്റ്റ് ഹാൻഡർമാരൊക്കെ ഉണ്ട്. ദേവത് പടിക്കൽ, യശസ്വി ജയ്സ്വാൾ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജയൊക്കെ ഉണ്ട്. അവരെ മിക്സ് ചെയ്തൊക്കെ കളിപ്പിക്കുമെന്ന് പറഞ്ഞാലും ജയസൂര്യയുടെ ഓവേഴ്സ് വളരെ ക്രൂഷ്യലായിരിക്കും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർ KL രാഹുൽ, ശുഭ്മാൻ ഗില്ല്, ജുറേൽ, അല്ലെങ്കിൽ സർഫറാസ് ഖാൻ, ഇങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ബോളറാണ്. പ്രത്യേകിച്ച് ഗോൾ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലെ കിങ് ആണെന്നാണ് പറയപ്പെടുന്നത്. നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ബോളറാണ്. പിന്നെ മറ്റൊരു സ്പിന്നറാണ് രമേഷ് മെൻഡിസ്. നമ്മൾ കണ്ടായിരുന്നു, വാമപ്പ് മാച്ചിനകത്ത് കളിച്ചിട്ടുണ്ടായിരുന്നു. അല്പം എക്സ്പെൻസീവ് ആണ് ബോളർ, പക്ഷെ വിക്കറ്റ് എടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. ഒരു ഓഫ് ബ്രേക്ക് ബോളറാണ്. നമ്മൾ കണ്ടു സൈമൺ ഹാമറിന്റെ മുമ്പിൽ നമ്മുടെ ബാറ്റ്സ്മാൻമാർ വീഴുന്നു. അതുപോലെ വന്നിട്ട് ഒരു ഓഫ് ബ്രേക്ക് എറിയാൻ കഴിയുന്ന ഒരു ബോളറാണ്. നമുക്ക് ലെഫ്റ്റ് ഹാൻഡർമാരുണ്ട്. ഹെവി ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡാണ്. യശസ്വി ജയ്സ്വാൾ, ദേവത് പടിക്കൽ, ഋഷഭ് പന്ത്, രവീന്ദ്ര ജഡേജ, സുധാർ അടക്കമുള്ള ഒരുപാട് ലെഫ്റ്റ് ഹാൻഡർമാർ നമ്മുടെ ടീമിനകത്തുണ്ട്. സോ മെൻഡീസ് അല്പം റൺസ് വഴങ്ങുമെങ്കിലും ഒരു ഓഫ് ബ്രേക്ക് ബോളറാണ്. നല്ല ഒരു ബോളർ തന്നെയാണ്. പിന്നെ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഡിസൽവയ്ക്ക് ബോൾ ചെയ്യാൻ കഴിയും. കമന്തു മെൻഡീസിന് ബോൾ ചെയ്യാൻ കഴിയും. പിന്നെ ഒരു ഓൾറൗണ്ടർ ആയിട്ടുള്ള സോന ദിനുഷയ്ക്കും ബോൾ ചെയ്യാൻ കഴിയും. സോ ഒരു നോക്കുവാണെങ്കിൽ നല്ല ഒരു ഹെവി ആയിട്ടുള്ള സ്പിൻ സൈഡ്
അവരുടെ കയ്യിലുണ്ട്. അവർക്ക് റൊട്ടേറ്റ് ചെയ്ത് ഇന്ത്യയുടെ ബാറ്റ്സ്മാൻമാരെ സ്ട്രഗിൾ ചെയ്യിക്കാൻ പറ്റിയ ഒരു ഭേദപ്പെട്ട ഒരു സ്പിന്ന് അവരുടെ കയ്യിലുണ്ട്. ഇനി നേരെ ഇന്ത്യയുടെ പ്ലേയിങ് ലെവലിലോട്ട് പോവുകയാണെങ്കിൽ യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, ഇവരെ രണ്ടുപേരുടെയും പാർട്ണർഷിപ്പ് ഇന്ത്യക്ക് ക്രൂഷ്യലായിരിക്കും. ഇവർ നല്ലൊരു സ്റ്റാർട്ട് ഇന്ത്യക്ക് കൊടുക്കുകയാണെങ്കിൽ, ലഞ്ച് വരെയെങ്കിലും ഇവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുവാണെങ്കിൽ, ലഞ്ച് വരെയെങ്കിലും 90 റൺസ് അല്ലെങ്കിൽ 100 റൺസിനകത്ത് ഒരു വിക്കറ്റ് പോയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് പെർഫോമൻസ് ചെയ്യാൻ കഴിയും. അല്ല ഒരു ഏർലി ഓണിൽ തന്നെ ഒരു കൊളാപ്സ് വരുവാണെങ്കിൽ എന്താണോ നേരത്തെ സംഭവിച്ചത്, ന്യൂസിലാൻഡിനെതിരെ സംഭവിച്ചത്, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ സംഭവിച്ചത്, അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്പർ 3 വരുവാണെങ്കിൽ ദേവത് പടിക്കൽ. സായി സുദർശൻ ഇഞ്ചുറിയാണ്. ദേവത് പടിക്കൽ ഒരു പ്രോമിസ് തരുന്നുണ്ട്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിനകത്ത് നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്, ഒരു സംശയമില്ല. വാമപ്പ് മാച്ചിനകത്ത് സെഞ്ചുറി അടിച്ചൊരു പ്രോമിസ് നന്നായിരുന്നു. സോ ദേവത് പടിക്കൽ നമ്പർ 3. ശുഭ്മാൻ ഗിൽ ഫിറ്റ് ആണെന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭാഗ്യം. ഞാൻ വിചാരിക്കുന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റ് മത്സരം തോക്കാനുള്ള മെയിൻ കാരണം ശുഭ്മാൻ ഗില്ലിന് ഇഞ്ചുറി ആയതാണ്. ശുഭ്മാൻ ഗില്ലിന് രണ്ടാമത്തെ ഇന്നിംഗ്സിൽ ബാറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. സോ ഞാൻ വിചാരിക്കുന്നു അതൊരു കാരണമായിരുന്നു ഇന്ത്യ അവിടെ പരാജയപ്പെടാനുള്ള കാരണം. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ക്യാപ്റ്റൻസി 2 ഫോർമാറ്റിലും ചോദ്യചിഹ്നത്തിലാണ്. സോ ഒരുപാട് മറുപടികൾ ശുഭ്മാൻ ഗിൽ എന്ന് പറയുന്ന ഇന്ത്യയുടെ ക്യാപ്റ്റന് കൊടുക്കാനായിട്ടുണ്ട്. സോ അത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. നമ്പർ 4 ശുഭ്മാൻ ഗിൽ. നമ്പർ 5 വരുവാണെങ്കിൽ ഋഷഭ് പന്തിന്റെ സമീപകാല പ്രകടനം നമുക്കറിയാം. അഫ്ഗാനിസ്ഥാനെതിരെ മാത്രമേ ഉള്ളായിരുന്നു നല്ലൊരു പ്രകടനം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ കണ്ടു പരാജയമായിരുന്നു. IPL-നകത്ത് നമ്മൾ കണ്ടു. വൈറ്റ് ബോൾ ക്രിക്കറ്റിനകത്ത് അത്ര ഒരു വലിയ ഇമ്പാക്റ്റ് ഇല്ല. പുള്ളിയുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോർമാറ്റ് ടെസ്റ്റ് തന്നെയാണ്, നമുക്കറിയാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു മത്സരം വെച്ചിട്ട് അല്പം കൂടി ഇമ്പ്രൂവ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വലിയ ബിഗ് ഹിറ്റിങ്ങിന് പോവുക, ക്യാച്ച് കൊണ്ട് കൊടുക്കുക. എക്സ്പെഷ്യലി സ്പിന്നർമാർക്കെതിരെ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ വളരെ ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു സീരീസാണ് ഋഷഭ് പന്ത്. ഇന്ന് വൈസ് ക്യാപ്റ്റനും അല്ല, ഒരുപാട് പഴികൾ കേൾക്കേണ്ടതായിട്ട് വന്നു സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ തോറ്റപ്പെടുന്നതിന്. ഹെഡ് കോച്ച് പോലും ഋഷഭ് പന്തിനെതിരെ സംസാരിച്ചു. അതാണ് മെയിനായിട്ടുള്ള കാരണം. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള പരാജയമാണ്. റെസ്പോൺസിബിലിറ്റി അവിടെ ഏറ്റെടുത്തില്ല. ഒരു സീനിയർ പ്ലെയർ എന്ന രീതിയിൽ, ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ, ഒരു വൈസ് ക്യാപ്റ്റൻ എന്ന രീതിയിൽ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ എന്നുള്ള അലിഗേഷൻ എന്തായാലും പന്തിൻ്റെ മേളിൽ കിടപ്പുണ്ട്. ജുറയിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുകയാണെങ്കിൽ ഋഷഭ് പന്തിൻ്റെ കാര്യം എന്താണെന്ന് പറയാൻ പറ്റത്തില്ല. ഇത്ര നല്ല ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലല്ല ഗൗതം ഗംഭീറും സെലക്ടർമാരും ഋഷഭ് പന്തും. സോ നമ്പർ 5 ഋഷഭ് പന്ത്. നമ്പർ 6 വരുവാണെങ്കിൽ 2 ചാൻസാണ് ഉള്ളത്, ജുറേലും സർഫാസ് ഖാനും. ഇതിൽ ആരെ കളിപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജുറേലിനെ കളിപ്പിക്കാനുള്ള ചാൻസ് ആണ് കൂടുതൽ. പക്ഷേ ജുറേലിൻ്റെ ഫോം അത്ര ബെറ്റർ അല്ല. നല്ലൊരു പ്രകടനം നോക്കുവാണെങ്കിൽ ജുറേൽ കാഴ്ചവെച്ചിട്ടില്ല. എക്സ്പെഷ്യലി സ്പിന്നർമാർക്കെതിരെ അത്ര നല്ല റെക്കോർഡല്ല ജുറേലിനുള്ളത്. സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നമ്മൾ കണ്ടു പരാജയപ്പെടുന്നത്. സോ എൻ്റെ ഒരു വിലയിരുത്തൽ വെച്ചിട്ട് നമ്പർ 6 സർഫാസ് ഖാൻ ഒരു അവസരം കൊടുക്കുക. സ്പിന്നർമാർക്കെതിരെ നല്ല റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ ലോങ് ഇന്നിങ്സ് കളിക്കാൻ കഴിയാവുന്ന ഒരു പ്ലെയറാണ്. ന്യൂസിലാൻഡിനെതിരെ ഒരു കളിയിൽ 150 എടുത്തു, ബാക്കിയുള്ള കളിയിലെല്ലാം പരാജയമായിരുന്നു, ഞാൻ സമ്മതിക്കുന്നു. ഡൊമസ്റ്റിക് റെക്കോർഡുള്ള ഒരു പ്ലെയറാണ്. സ്പിന്നർമാർക്കെതിരെ കളിച്ച് എക്സ്പീരിയൻസ് ഉള്ള ഒരു പ്ലെയറാണ്. ലോങ് ഇന്നിങ്സുകൾ കളിക്കാൻ കഴിയാവുന്ന ഒരു പ്ലെയറാണ്. അങ്ങനെയുള്ള ഒരു പ്ലെയർ ടീമിനൊപ്പം ഉള്ളപ്പം സർഫാസ് ഖാൻ ഒരു അവസരം കൊടുക്കുക. ജുറേലിനെ ആവശ്യമില്ലാതെ ടീമിനകത്ത് ഇട്ടിട്ട് ഋഷഭ് പന്തിൻ്റെ മേലൊരു പ്രഷർ കൊടുക്കാതിരിക്കുക. എന്താണോ സഞ്ജു സാംസണെതിരെ ഇഷാൻ കിഷനെ ഇട്ട് കാണിച്ചത്, എന്താണോ ഇഷാൻ കിഷനെ KL രാഹുലിനെതിരെ ഇട്ട് കാണിക്കുന്നത്, ആ ഒരു പരിപാടി കാണിക്കാതിരിക്കുക. ഫ്രീ ഹാൻഡായിട്ട് ഋഷഭ് പന്തിനെ തുറന്നു വിടുക. നമ്പർ 6 സർഫാസ് ഖാനെ കളിപ്പിക്കുക എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. രവീന്ദ്ര ജഡേജ ബാറ്റ് കൊണ്ട് പ്രോമിസ് തരുന്നു. ബോളിങ്ങിൽ ആ ഒരു എക്സ്പീരിയൻസ് രവീന്ദ്ര ജഡേജ, ഒരു ഹാർഡായിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ട്രാക്സ് ഒക്കെ വീണ് കിടക്കുന്ന ഏരിയയിൽ, റഫായിട്ടുള്ള ഏരിയയിൽ ബോൾ ഒരേ രീതിയിൽ തന്നെ ഹിറ്റ് ചെയ്ത് എറിയാൻ കഴിയുന്ന ഒരു ബോളറാണ് രവീന്ദ്ര ജഡേജ. അല്പം സ്പീഡ് കൂടുതലാണ്, അതാണ് രവീന്ദ്ര ജഡേജയുടെ ഒരു പ്രശ്നം. നല്ല ക്വിക്കായിട്ട് വന്നിട്ട് ബോൾ ചെയ്യും. സ്ലോ ത്രൂ ദ എയർ എന്ന് പറഞ്ഞാൽ അല്പം കുറവാണ്. അല്പം ക്വിക്കായിട്ട് വന്നിട്ട് ബോൾ ചെയ്യും. ബോളിന് അല്പം സ്പീഡ് കൂടുതലാണ്. അല്പം ഒന്ന് സ്ലോ ആയിട്ട് ബോൾ ചെയ്യുവാണെങ്കിൽ ശ്രീലങ്കൻ കണ്ടീഷനകത്ത് റഫായിട്ടുള്ള ഏരിയകളും ക്രാക്കൊക്കെ ക്രിയേറ്റ് ചെയ്ത് വരുന്നിടത്ത് വളരെ നിർണായകമായിട്ടൊരു റോളാണ് രവീന്ദ്ര ജഡേജയുടെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു ബോളറാണ് ഈ ടീമിനകത്ത് ഇപ്പോൾ ഉള്ളത്. സോ അങ്ങനെ ഒരു ബോളറിൻ്റെ സാന്നിധ്യം ഇന്ത്യക്ക് ഗുണം ചെയ്യും. നമ്പർ 7 രവീന്ദ്ര ജഡേജ. നമ്പർ 8 വരുവാണെങ്കിൽ മാനവ് സുധാർ. നല്ലൊരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ഹാൻഡ് ഓർത്തഡോക്സ് സ്പിന്നർ തന്നെയാണ്. സോ ബാറ്റ് ചെയ്യാൻ കഴിയും. ഒരേ ഏരിയയിൽ തന്നെ രവീന്ദ്ര ജഡേജയെ കൂടി തന്നെ ഒരേ ഏരിയയിൽ ഹിറ്റ് ചെയ്ത് എതിർ ടീമിനെ ചലഞ്ച് ചെയ്യിപ്പിക്കാൻ കഴിയും. ഒരു ഹെവി റൈറ്റ് ഹാൻഡ് സൈഡുമായിട്ടാണ് ശ്രീലങ്ക വരുന്നത്. അവിടെ മാനവ് സുധാർ എന്ന് പറയുന്ന ബോളർ വളരെ ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആയിരിക്കും. ഇനി നമ്പർ 9 സരാൻഷ് ജയനെ കളിപ്പിക്കുകയോ കുൽദീപ് യാദവിനെ കളിപ്പിക്കുകയോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. വലിയൊരു ഹെവി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് അല്ല ശ്രീലങ്കയ്ക്കുള്ളത്. കേവലം 1-2 ബാറ്റ്സ്മാൻമാർ മാത്രമേ കാണത്തുള്ളൂ. അത് പ്ലേയിങ് ഇലവനിനകത്ത് മേ ബി മാക്സിമം 2 പേരൊക്കെ കാണത്തുള്ളൂ. അങ്ങനെ ഒരു പ്ലേയിങ് ഇലവനിനകത്തോട്ട് സരാൻഷ് ജയൻ്റെ ആവശ്യമുണ്ടോ? കുൽദീപ് യാദവ് എന്ന് പറയുന്ന ഒരു ചൈനമാനെ കൊണ്ട് ബോൾ ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്. സരാൻഷ് ജയന് പകരം കുൽദീപ് യാദവിനെ കളിപ്പിക്കുക.
ഒരു റിസ്ക് സ്പിന്നറാണ്. വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉണ്ട്, അല്പം റൺസ് വഴങ്ങുമെങ്കിലും വിക്കറ്റ് എടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. കുൽയാദവായിരിക്കും നമ്പർ 9 കളിക്കാൻ അല്പം കൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു. പിന്നെ മുഹമ്മദ് സിറാജ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ബോളറാണ്. പൊതുവെ ഗ്രീൻ ടോപ്പ് വേണം സിറാജിന് പെർഫോമൻസ് ചെയ്യാൻ. ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ഇന്ത്യക്ക് ഗുണം ചെയ്യട്ടെ. ഇനി നമ്പർ 11 വരുവാണെങ്കിൽ 2 ഓപ്ഷനാണുള്ളത്. കൃഷ്ണയുണ്ട്, ഗുർനൂർ ബാർ ഉണ്ട്, ആക്യൂബ് നബി ഉണ്ട്. ആക്യൂബ് നബിക്ക് ഒരു അവസരം കിട്ടുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം. ആദ്യത്തെ ടെസ്റ്റിൽ എന്തായാലും എനിക്ക് തോന്നുന്നില്ല പ്ലേയിങ്ങിനകത്ത് ചാൻസ് ഉണ്ട് എന്നുള്ളത്. പ്രാക്ടീസ് മത്സരത്തിനകത്ത് നോക്കുവാണെങ്കിൽ കറക്റ്റായിട്ട് ഉപയോഗിച്ചില്ല. സത്യം പറഞ്ഞത് ന്യൂ ബോളാണ് കൊടുക്കേണ്ടിയിരുന്നത്, പക്ഷേ ഓൾഡ് ബോളൊക്കെയാണ് കൊടുത്തത്. പക്ഷേ ചാൻസ് എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. കൃഷ്ണ അല്ലെങ്കിൽ ഗുർനൂർ ബാർ, ഞാൻ പറയും ഗുർനൂർ ബാർ അല്പം കൂടെ നല്ലതായിരിക്കും. ആ ഒരു പേസും ബൗൺസും ഉണ്ട്, വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഉണ്ട്, വിക്കറ്റ് എടുക്കാനുള്ള കഴിവുണ്ട്. അത് ഇനി പഴയ ബോളിലാണെങ്കിലും പുതിയ ബോളിലാണെങ്കിലും അവിടെ ഒരു പാർട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാനുള്ളൊരു കഴിവ് നമ്മൾ കാണുന്നുണ്ട്. സോ ഗുർനൂർ ബാർ നമ്പർ 11 ഇതാണ് എൻ്റെ ഒരു പ്രോബബിൾ പ്ലേയിങ് 11. സോ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു മത്സരമായിരിക്കും. ശ്രീലങ്കയെ നോക്കുവാണെങ്കിൽ അത്ര ഭയപ്പെടേണ്ട വലിയൊരു ടീമൊന്നും അല്ല. അവർ നോക്കുവാണെങ്കിൽ ലാസ്റ്റ് വെസ്റ്റ് ഇൻഡീസിനെതിരെ തോറ്റിട്ട് വന്നൊരു ടീമാണ്. ആസ്ട്രേലിയക്കെതിരെ സ്വന്തം ഹോമിൽ തോറ്റിട്ട് വന്നൊരു ടീമാണ്. ഇപ്പം ബെറ്റർ ആയിട്ട് നമുക്ക് കളിക്കാൻ കഴിയുവാണെങ്കിൽ, നമ്മുടെ എല്ലാ മേഖലകളും ഒരുമിച്ച് ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇന്ത്യക്ക് ഈസി ആയിട്ട് ശ്രീലങ്കയുടെ മണ്ണിൽ ഈ പ്രാവശ്യം പരാജയപ്പെടുത്താൻ കഴിയും. വളരെ ഡിഫെൻസീവായിട്ട് പോകാതിരിക്കുക, അതിന് ക്യാപ്റ്റൻസി ആണെങ്കിലും അറ്റാക്കിംഗ് മൈൻഡുമായിട്ട് പോവുക. അവരെ അവരുടെ മണ്ണിൽ കയറി ചലഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അവർക്ക് നോക്കുവാണെങ്കിൽ കുഷാൽ മെൻഡീസ് പരിക്ക് കാരണം കളിക്കുന്നില്ല. അതുപോലെ തന്നെ പത്തും നിസംഗെ എന്ന് പറഞ്ഞ അവരുടെ ഓപ്പണറും കളിക്കുന്നില്ല. സോ അവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരുടെ ടോപ്പ് ഓർഡറിനകത്ത് എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്ലേയേഴ്സൊക്കെ കുറവാണ്. എന്നാൽ മിഡിൽ ഓർഡറിനകത്തും ലോ ഓർഡറിനകത്തും നല്ല ബാറ്റ്സ്മാൻമാരുണ്ട്. സോ നമ്മുടെ ബോർഡർമാർക്ക് അവരെ സ്ട്രഗിൾ ചെയ്യാൻ കഴിയട്ടെ. 2 മത്സരങ്ങളും ഇന്ത്യക്ക് ജയിക്കാൻ കഴിയട്ടെ, നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ. നമ്മുടെ ടെസ്റ്റ് ക്രിക്കറ്റ് തിരിച്ചു വരാൻ ഇടയായി തീരട്ടെ. ആൾക്കാർക്കൊരു പ്രചോദനമാവട്ടെ ഈ ഒരു വിജയം ടെസ്റ്റ് ക്രിക്കറ്റ് കാണാൻ വേണ്ടി.